നമസ്കാരം. ന്യൂസ് മലയാളം ക്രോസ് ഫെയറിൽ നമുക്കൊപ്പമുള്ളത് കെ മുരളീധരനാണ്. സ്വാഗതം കെ. നമസ്കാരം. ഈ തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ പറഞ്ഞിരുന്നു പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, ഇനി ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്നൊക്കെ. ആ ഒരു തീരുമാനത്തിൽ മാറ്റമുണ്ടായി എന്നാണ് ആസ് എ ജേർണലിസ്റ്റ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതല്ല, പാർട്ടിയുടെ അതായത് ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. അതായത് ഞാൻ അന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങളെയൊക്കെ വിജയിപ്പിക്കാൻ രാപ്പകൽ പണിയെടുത്ത പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷനാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചുമലയേറ്റ പാലക്കാട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ആ ജില്ലയിൽ UDFൻ്റെ പെർഫോമൻസ് നന്നാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ എടുത്തിട്ടുള്ളതാണ്. ആ തീരുമാനത്തെ മാറ്റം ഇല്ല. അപ്പോൾ ഇല്ല, എൻ്റെ തീരുമാനത്തിലൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, മാറ്റേണ്ട ആവശ്യമില്ല. എങ്കിലും ആ പറഞ്ഞ വാക്ക് പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നാണല്ലേ? ഇല്ല, പൊതുപ്രവർത്തനത്തിൽ നിന്നല്ല, പാർട്ടിയുടെ ഫോറങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് പറഞ്ഞത്. പാർട്ടിയുടെ ഫോറങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. അതെ. പക്ഷേ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള വാർത്ത വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകാൻ താങ്കൾക്ക് താല്പര്യമുണ്ട് എന്നാണ്. അതല്ല, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനായിട്ടില്ല. കാരണം ഇനിയും 2 വർഷം ബാക്കിയുണ്ട്. പക്ഷേ അതേസമയത്ത് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എന്നെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുത്തു. പക്ഷെ അന്ന് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് അവിടെ വിട്ടു പോകേണ്ടി വന്നു. അതിനുശേഷം അവിടെ പാർട്ടി ദുർബലപ്പെട്ടു പോയി. ഇപ്പോൾ വടകരയിൽ നിന്ന് ഞാൻ വന്നെങ്കിലും വടകരയിൽ ഒരു ശക്തമായിട്ടുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഷാഫി അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, പാർലമെൻറ്റിലും അധികം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പോൾ വടകരയുടെ കാര്യത്തിനെക്കുറിച്ച് എനിക്കിപ്പോൾ ഒരു പ്രയാസമില്ല, കാരണം അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ വട്ടിയൂർക്കാവിൽ അങ്ങനെയല്ല. ഞാൻ പോയതിന് ശേഷം അവിടെ പാർട്ടിയുടെ സ്ഥിതി കുറേ താഴോട്ട് പോയി. ഇത്രയും ട്രെൻഡുള്ള കഴിഞ്ഞ ലോക്സഭയിൽ പോയി 8,000 വോട്ട് പുറകിൽ പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് അവിടെ പാർട്ടിക്ക് ഒരു ബേസ് ഉണ്ടാക്കുക. മത്സരിക്കുന്ന ആരുവാണെങ്കിലും മത്സരിക്കട്ടെ, പക്ഷേ പാർട്ടിക്ക് ബേസ് ഉണ്ടാക്കിയാലല്ലേ ഒരു ഇലക്ഷനിൽ ജയിക്കാൻ കഴിയും. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ വന്നാൽ എടുക്കുമോ? അല്ല, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഒന്നാമതൊരു ഇലക്ഷൻ മൂഡിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. കാരണം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തോൽവി തൃശ്ശൂരുണ്ടായി. അത് തോൽവി എന്ന് പറഞ്ഞാൽ വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന്, സിറ്റിംഗ് സീറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാതെ പോയി നിന്നതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, അതിൻ്റെ ഒരു ശക്തമായിട്ട് തിരിച്ചടിയാണ് ഉണ്ടായത്. അതൊരു ഷോക്കായിരുന്നു. തീർച്ചയായിട്ടും അതൊരു ഷോക്ക് തന്നെയായിരുന്നു. കാരണം ഇങ്ങനെയൊരു അവസ്ഥ ഞാൻ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൽ പരാജയപ്പെടുന്നതിൽ എനിക്ക് ഒരു പ്രയാസവുമില്ല, ഞാൻ അത് മുമ്പും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വിജയസാധ്യത, ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നും വസ്തുതകൾ മനസ്സിലാക്കാതെ മറ്റിടത്ത് പോയി നിന്ന് ഒരു പരാജയം ഏറ്റുവാങ്ങുമ്പോൾ ആർക്കാണെങ്കിലും ഷോക്ക് ഉണ്ടാവുമല്ലോ. കെ മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 2 വലിയ പരാജയങ്ങളെ ഇങ്ങനെ വിലയിരുത്താം. വടക്കാഞ്ചേരിയിലെ പരാജയം, തൃശ്ശൂരിലെ പരാജയം, അല്ലേ? തീർച്ചയായും. വടക്കാഞ്ചേരിയിലെ പരാജയത്തോളം വരുമോ അതോ അതിനേക്കാളും വരുമോ ഈ തൃശ്ശൂർ? വടക്കാഞ്ചേരിയിലെ പരാജയം ആ സാഹചര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് തന്നെയായിരുന്നു. കാരണം കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് വളരെ ശക്തമായിരുന്നു, ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവിടെ ഒരു മൊത്തം തോൽവി ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, വടക്കാഞ്ചേരിയിൽ കെ മുരളീധരൻ തോറ്റ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലാദ്യമായി ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സിന് വട്ടപൂജ്യം കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു 2004. അപ്പോൾ അന്ന് വൻമരങ്ങളൊക്കെ എല്ലാവരും കടവൊഴുകി വീണ കൂട്ടത്തിൽ ഞാനും വീണു. അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. കാരണം അന്നത്തെ പാർട്ടിയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. അതിൽ ഞാനുൾപ്പെടെ തെറ്റുകാരുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ സാധിക്കും. പക്ഷേ ഇത്തവണത്തെ എന്ന് പറയുന്നത് മികച്ചൊരു വിജയം നേടാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങാൻ വേണ്ടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് വടക്കാഞ്ചേരിയും തൃശ്ശൂരെയും പരാജയങ്ങൾ തമ്മിലൊരു കമ്പാരിസൺ ഇല്ല. ഇവിടെ എല്ലാവരും വിജയിച്ച് സിറ്റിംഗ് മെമ്പർമാരൊക്കെ അവരവരുടെ രമ്യ ഒഴികെ എല്ലാവരും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. അങ്ങനെ സാഹചര്യത്തിൽ വടകരയിൽ നിന്നാൽ നല്ല വിജയം ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്കിപ്പോഴും നല്ല ഉറപ്പുണ്ട്. കാരണം ഞാനവിടെ പ്രവർത്തിച്ചതിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നേട്ടങ്ങൾ എന്ന് പറയാൻ ചൂണ്ടിക്കാണിക്കാൻ വരെ ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂർ ഞാൻ ചെന്നപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നില്ല തൃശ്ശൂർ. കാരണം അവിടെ 5 വർഷത്തെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളും വോട്ടർ പട്ടികയിൽ അവർ സംഘടിതമായിട്ട് വോട്ടർമാരെ ചേർത്തതും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഞാൻ അവിടെ പോയിട്ട് മത്സരിച്ചൊരു ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. സുരേഷ് ഗോപി ഒരു ചെറിയ എതിരാളിയായി കണ്ടോ?
സുരേഷ് ഗോപിയെ ഞാനവിടെ സത്യത്തിൽ ഫീൽഡിൽ നിന്നൊന്നും ഒരു എതിരാളിയായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ധരിച്ചതും സുനിൽകുമാർ ധരിച്ചതും ഞങ്ങളുടെ എതിരാളികൾ, ഞാൻ സുനിൽകുമാറിനെ രാഷ്ട്രീയ എതിരാളിയായിട്ട് കണ്ടു, അത് എന്നെയും കണ്ടു. പക്ഷേ രണ്ടുപേരും അല്ലാത്തൊരു മൂന്നാമതൊരാൾ അവിടെ വിജയിക്കുമെന്ന് എണ്ണിക്കഴിയുന്നത് വരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. അത് പിന്നെ സുനിൽകുമാറിൻ്റെ പല റിയാക്ഷനിൽ നിന്ന് അത് വന്നല്ലോ. കെ മുരളീധരന് ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകുന്നതിൽ പാർട്ടി പരാജയം. ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും വ്യക്തികളെതിരായി പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പരാതിയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയും വോട്ടുകൾ സംഘടിതമായി ചേർത്തത് കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഒരു പരാജയമാണല്ലോ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം പാർട്ടിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അത് മിഷണറിയുടെ തകരാറ് തന്നെയായിരുന്നു. അതല്ലാതെ എ കാലുവാരി ബി കാലുവാരി അതുകൊണ്ട് തോറ്റു എന്നൊക്കെ പറയുന്നത് നാണക്കേടാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇത് മനസ്സിലാക്കാതെ എല്ലാം ഭദ്രമാണ് എന്നുള്ള റിപ്പോർട്ട് കിട്ടി, പോയി മത്സരിച്ചു, ഒന്നും ഭദ്രമായിരുന്നില്ല എന്ന് എണ്ണിക്കഴിയുന്നവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ പലതരത്തിലുള്ള ഈ മണ്ഡലമാറ്റങ്ങൾ ഈ എവിടെയും കൊണ്ട് മത്സരിപ്പിക്കുന്ന ഒരു പക്ഷേ മുതിർന്ന നേതാക്കളാരും അതിന് തയ്യാറാകില്ല. അവർ അത്തരത്തിലുള്ള അവർക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലമായിരിക്കും ഓപ്റ്റ് ചെയ്യുക. താങ്കൾ അങ്ങനെയല്ല, വെല്ലുവിളികൾ നിറഞ്ഞ മണ്ഡലങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, അങ്ങനെ പോയി മത്സരിച്ചിട്ടുണ്ട്, അതിൽ ജയപരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ഉണ്ടാകുമോ താങ്കളുടെ? എനിക്ക് 100% സംതൃപ്തിയുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ മത്സരിക്കൂ. അത് ഞാൻ ഒരിക്കലും ഇത്ര ഉറച്ച നിയോജകമണ്ഡലം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം എല്ലാ കോൺഗ്രസ് മത്സരിക്കുന്ന പല നിയോജകമണ്ഡലങ്ങളും 40% വരെ മാത്രം വിജയസാധ്യതയുള്ള നിയോജകമണ്ഡലങ്ങളാണ്. ഇപ്പോൾ ഓരോന്ന് എടുത്തു നോക്കിയാൽ കാണും. ഇതൊക്കെ ഒരിക്കൽ പരാജയപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളൊക്കെ മത്സരിക്കേണ്ടി വരും, അതിലൊന്നും എനിക്കൊരു പ്രയാസവുമില്ല. പക്ഷേ ഈ വസ്തുതകൾ പഠിക്കാതെ ഇനി പോയിട്ട് മത്സരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്, അവിടുത്തെ വോട്ടർമാരുടെ ചിന്താഗതി എന്താണ്, ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇനി മത്സരിക്കുകയാണെങ്കിൽ, ഞാൻ അടിയാറിയിട്ട് പറയാൻ, മത്സരിക്കുകയാണെങ്കിൽ അങ്ങനൊരു സ്ഥലം മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. എങ്കിലും ആ തീരുമാനത്തിലൊരു അയവ് വന്നു എന്ന് തോന്നുന്നു ഈ പറയുന്ന കേൾക്കുമ്പോൾ. നേരത്തെ ഇനി തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇപ്പോഴും മത്സരിക്കാതെ മൂടല്ല. പക്ഷേ മത്സരിക്കേണ്ടി വന്നാൽ അത് എനിക്ക് കൂടെ സംതൃപ്തിയുള്ള ഒരു സ്ഥലം മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കൂ. തൃശ്ശൂരിൻ്റെ മണ്ണ് അറിയാവുന്നുള്ള നേതാവാണ് താങ്കൾ. അവിടുത്തെ BJPയുടെ ഒരു വേരോട്ടം മനസ്സിലാക്കാതെ പോയോ? ഞാൻ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് രാഷ്ട്രീയം ഒരുപാട് മാറി. 10 വർഷം മുമ്പുള്ള ഒരു അന്തരീക്ഷമല്ലല്ലോ ഇന്ന് ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ അതേ അന്തരീക്ഷമല്ലല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, ഒരു കാലത്തും BJPക്ക് ഒരു അക്കൗണ്ടും തുറക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ജനതയല്ലേ കേരളത്തിലുണ്ടായിരുന്നത്. പരമാവധി കെട്ടിവെച്ച കാശ് കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അക്കൗണ്ടുകൾ ആരംഭിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് മാറിയില്ലേ. ഉദാഹരണം പറഞ്ഞാൽ നിയമം. പക്ഷേ നിയമത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിയമത്തിൽ ഈ മുന്നോക്ക സമുദായത്തിൻ്റെ വോട്ടുകളായിരുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ കുറേ കാലങ്ങളായിട്ട് BJPക്ക് ആ സമുദായത്തിലൊരു സ്വാധീനം ഘട്ടം ഘട്ടമായിട്ട് വരാൻ തുടങ്ങിയിരുന്നു. പക്ഷേ മറ്റ് വിഭാഗങ്ങൾ, ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെ മുസ്ലിം വിഭാഗം ഒഴികെയുള്ളവരുടെ വോട്ടുകൾ കൂടെ ഇന്ന് BJPക്ക് ചെയ്യുന്നതിൽ ഒരു തകരാറില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തി. അതാണ് ഞാൻ പറഞ്ഞത്, BJPയോടുണ്ടായിരുന്ന ഒരു അറപ്പ്, ആ ഒരു വാചകം ഞാൻ പറയാൻ കാരണം അങ്ങനെയായിരുന്നു ആ പാർട്ടിയുടെ സ്ഥിതി കേരളത്തിൽ. അത് കുറേയൊക്കെ മാറിയില്ല. ഇപ്പോൾ തൃശ്ശൂർ എടുക്കുക, ക്രൈസ്തവ വോട്ടിൽ മേജർ ഷെയർ BJPക്ക് പോയി, ധീവര സഭയുടെ വോട്ട് പോയി. കേരളത്തിൽ മൊത്തം വിശ്വകർമ്മ സഭയുടെ വോട്ടുകളിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ സമുദായങ്ങളുടെ വോട്ടുകൾ ഒരു പുതിയ സംവിധാനത്തിലേക്ക് ഒഴുകുമ്പോൾ, കാരണം BJP ഇന്ത്യയിൽ പഴയ പാർട്ടിയായിരിക്കാം, 80-ലുണ്ടായ പാർട്ടിയാണ്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി തുടക്കത്തിൽ തന്നെ 3000 വോട്ട് 5000 വോട്ട്, ആകെ മഞ്ചേശ്വരവും കാസർഗോഡും മാത്രമാണ് 2ാം സ്ഥാനത്ത് വന്നിരുന്നത്. ആ സ്ഥാനത്ത് നിന്ന് നേമത്ത് 1ാം സ്ഥാനത്തെത്തി, ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭയിൽ 1ാം സ്ഥാനത്തെത്തി. ഇപ്പോഴത്തെ ജനതയുടെ ഒരു സൈക്കോളജി എന്താണെന്ന് നമുക്ക് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇപ്പോൾ അതാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിക്കും പറ്റിയിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഇലക്ഷന് ശേഷം പറയുന്നത് എന്തൊക്കെയാണ്, ഞങ്ങളുടെ മറ്റേ വോട്ട് പോയി, ഇവിടുത്തെ വോട്ട് അവിടെ പോയി, SNDPയുടെ വോട്ട് അവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ അവർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയൊരു കേഡർ സംവിധാനമുള്ള പാർട്ടിക്ക് വരെ കേരളത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, തൃശ്ശൂർ 10 വർഷം മുമ്പുള്ള തൃശ്ശൂരല്ല ഇന്നത്തെ തൃശ്ശൂർ. തൃശ്ശൂർ ഐദർ UDF ഓർ LDF, അതല്ലാതെ മൂന്നാമതൊരു ശക്തി അവിടെ കടന്നു വരുന്ന ആരും പ്രതീക്ഷിച്ചല്ല, ഈ രണ്ട് കൂട്ടരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഉണ്ടായ മാറ്റങ്ങളിൽ ആര് എവിടെ എങ്ങനെ നിൽക്കുന്നു എന്ന് ഈ പറയാൻ വയ്യാത്തൊരു കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ താങ്കളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ കോൺഗ്രസിന് സംസ്ഥാനത്താകെ ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞു. BJPക്കെതിരെ ഞങ്ങളിതാ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, BJPയുടെ നേർക്കുനേർ നിന്ന് എതിരിടുന്ന എതിരാളി ഞങ്ങളാണ്, CPM അല്ല എന്ന ശക്തമായ ഒരു സന്ദേശം സംസ്ഥാനത്തുടനീളം കൊടുക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അവരതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 20-ൽ 18 സീറ്റാണ് കിട്ടിയത്. താങ്കൾ മാത്രം അതിൽ ബലിയാടായി എന്ന തോന്നലുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും ഞാനെടുത്ത അങ്ങനെ ഒരു തീരുമാനമാണല്ലോ പാർട്ടിക്ക് കേരളത്തിൽ മൊത്തം ഒരു മാറ്റം ഉണ്ടാക്കിയത്. മറ്റേതെന്താ, ആൻ്റണിയുടെ മകൻ പോയി, കരുണാകരൻ്റെ മകൾ പോയി, ആൻ്റണിയുടെ മകൻ പോയി, നാളെ എല്ലാ കോൺഗ്രസ്സുകാരും BJPയിലേക്ക് മാറും എന്നുള്ള ഒരു ട്രെൻഡിൽ നിന്ന് മൈനോറിറ്റി വോട്ടുകൾ പൂർണ്ണമായിട്ട് UDFയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ തീരുമാനം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ മൈനോറിറ്റീസ് താങ്കളെ ഹെൽപ്പ് ചെയ്തില്ല. അവിടെ മൈനോറിറ്റി തീരെ ചെയ്തില്ല എന്ന് പറയാൻ നിവർത്തിയില്ല. അതിൽ മറ്റേ സമസ്തയുടെയും മറ്റ് വിഭാഗങ്ങൾ, ഇപ്പോൾ മുജാഹിദ്, സമസ്ത, അങ്ങനെയുള്ള വിഭാഗം, ആകെ AP വിഭാഗത്തിൻ്റെ വോട്ട് മാത്രമാണ് LDFയിലേക്ക് പോയത്. മറ്റ് വിഭാഗങ്ങളൊക്കെ എനിക്ക് എൻ്റെ കൂടെ നിന്ന്, അതുകൊണ്ടാണല്ലോ ഞാൻ ഗുരുവായൂർ 7000 വോട്ട് ലീഡ് ചെയ്തത്. ഈ നിയമത്താണെങ്കിലും BJPയെ തോൽപ്പിക്കാൻ ഇറങ്ങുന്നു, തൃശ്ശൂരിൽ BJPയെ നേരിടാൻ ഇറങ്ങുന്നു. അപ്പോൾ താങ്കളുടെ ഒരു ഉറച്ച ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസിയാണ്, ഹിന്ദുവാണ് എന്നൊക്കെ ഉള്ള കാരണത്താൽ അത് കെ കരുണാകരനും അങ്ങനെ വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട്. അത്തരത്തിലുള്ള ആ വിഭാഗത്തിന് വലിയ വിശ്വാസമുള്ള നേതാവാണ്. പക്ഷേ ഈ BJPയോടുള്ള ഒരു നേർക്കുനേർ ഫൈറ്റ് ഇങ്ങനെ വന്നത് എന്തെങ്കിലും തരത്തിൽ ആ വോട്ട് ബാങ്കുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ? കുറേ സ്പ്ലിറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മൊത്തം ഏതാണ്ട് 6-6.25 ലക്ഷം ഹൈന്ദവ വോട്ടുകളിൽ ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു 1.5 ലക്ഷം വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു പ്രചരണം കുറേയൊക്കെ ഏറ്റ് കാണും. പക്ഷേ BJPയെ ഒരു ഹിന്ദുക്കളുടെ ഒരു ഉടമസ്ഥാവകാശം നൽകുന്നതിനോട് ഇപ്പോഴും ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ സ്റ്റാൻഡിൽ ഒരു മാറ്റം ഞാനിനി ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഒരു വർഗീയതയ്ക്ക്, അവർ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കളെ തന്നെ ഒന്നായി കാണാത്ത പാർട്ടിയാണ് എന്നാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. സഹോദരി എന്ന നിലയിൽ പത്മജ വേണുഗോപാലുമായുള്ള ബന്ധം ഇപ്പോൾ എങ്ങനെയാണ്? ഇല്ല, ഞാൻ അതിന് ശേഷം അന്നത്തെ ഒരു ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് അത് പുനർചിന്തിച്ചിട്ടില്ല. ഇനി ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് പോലും വിളിക്കില്ല? അല്ല, അത് ഇപ്പോൾ 2 ഭാഗത്തായി കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവരും ഐഡൻറ്റിറ്റി, അവരുടെ വ്യക്തിത്വത്തിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഒരു 6 മാസം മുമ്പാണ് അവർ പാർട്ടി വിട്ടതെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഗൗരവത്തിലെടുക്കില്ലായിരുന്നു. കാരണം അതിനെ കവറപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സമയമുണ്ടായിരുന്നു 6 മാസം. ഇത് ഒരു ഇലക്ഷൻ്റെ പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ അത് വല്ലാത്തൊരു ഷോക്കായി സത്യം പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടി എന്നെ വടകരയിൽ നിന്ന് മാറ്റില്ലല്ലോ. ഇപ്പോൾ പത്മജ ഒരു 6 മാസം മുമ്പേ പോയി നിന്നിരിക്കുക. പാർട്ടി 6 മാസം കൊണ്ട് ഇതിനെ എങ്ങനെ കവർ ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി ചിന്തിക്കും. MV ജയരാജൻ്റെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി പറഞ്ഞു, ഇതാ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയുടെ പെങ്ങൾ പോയി, ഇനി അതേ എന്നാ പോകാമെന്നറിയില്ല. ഇങ്ങനെയുള്ള പ്രചരണമാണ് ഇലക്ഷൻ്റെ മറ്റേ വർക്ക് തുടങ്ങിയപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത്. അത് BJPയുടെയും ഒരു രാഷ്ട്രീയ ബുദ്ധിയായിരുന്നു എന്ന് തീർച്ചയായിട്ടും. ആ ബുദ്ധിയിൽ അങ്ങനെ കെ കരുണാകരൻ്റെ ഒരു കുടുംബത്തിലെ ഒരു അംഗം ചെയ്യാൻ പാടില്ലല്ലോ. അതൊരു സഹോദരൻ എന്ന നിലയ്ക്കും രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്കും ഒന്നും തിരിച്ചറിയപ്പെടാതെ പോയോ? ഒട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു സൂചന പോലും ഇങ്ങനെ ചാനലുകളിൽ എഴുതി കാണിക്കുമ്പോഴാണ് ഞാൻ അവരെ വിളിക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരുന്നു. അതായത് ഈ തീരുമാനം വരുന്ന അവർ ഡൽഹിയിൽ പോയവർ ഞാൻ അറിയുന്നില്ല. അതിൻ്റെ 3 ദിവസം മുമ്പ് സംസാരിച്ചാണ് ഫോണിൽ. അപ്പോൾ ഇങ്ങനെ അന്നൊരു സുരേഷ് ഗോപി വരുമ്പോൾ K മുരളീധരനെതിരായി നിർത്തും എന്നുള്ളൊരു വാർത്തയൊക്കെ വന്നപ്പോൾ കോൺഗ്രസ്സിലുള്ള സമയത്ത് അവർ എന്നെ വിളിച്ചു. പറഞ്ഞു, ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുത്. ഞാൻ അങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഇല്ല, എനിക്കെന്തിനാ വരേണ്ട ആവശ്യം എന്താ, ഞാനിവിടെ വടകരയിൽ സേഫാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ വരേണ്ട, ഇവിടെ മുഴുവൻ കാലുവാരാണ്, മറ്റേയാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ
ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ അങ്ങ് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഷോക്ക് ഉണ്ടല്ലോ. ആ ഷോക്കിൽ നിന്ന് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു. ആ തീരുമാനം ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. പോകുക മാത്രമല്ല ചെയ്തത്. അപ്പോൾ ഞാനൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതെപ്പോഴാണ് പോയത്? കേരളത്തിൽ പാർട്ടി ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് തിരിച്ചു വന്ന കാലത്താണ് ഞാനൊക്കെ പാർട്ടി വിട്ടു പോകുന്നത്. ഞാൻ മനഃപൂർവ്വം പോയതല്ല, എന്നെ പുറത്താക്കിയതാണല്ലോ. ചില സത്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു, അതിനെന്നെ പുറത്താക്കി. അതുകൊണ്ട് എൻ്റെ കൂടെ എൻ്റെ പിതാവും എൻ്റെ കൂടെ വന്നു. അങ്ങനെയാണല്ലോ ഞങ്ങളൊക്കെ പുറത്തു പോയൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് പാർട്ടി കേരളത്തിലും പ്രതിപക്ഷത്താണ്. ഇന്ത്യയിലത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അന്നത്തെ ഇലക്ഷൻ നടക്കുന്ന കാലത്ത് 400 സീറ്റിൽ നിന്ന് BJP പറഞ്ഞു കിടക്കുന്ന കാലമല്ലേ. ഈ പത്മജ വേണുഗോപാലിനെ സമീപിച്ച ആളുകൾ താങ്കളെയും സമീപിച്ചിരുന്നു എന്ന് വാർത്തകളുണ്ടായി. ഞാൻ എന്നെ ഡയറക്റ്റായിട്ട് വരാൻ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് അവർക്കറിയാം. ചില ആളുകളുടെ പേരിൽ ചിലർ വന്നിരുന്നു. അവരാരും ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ചില ആളുകൾ വന്നു. ഞാൻ പറഞ്ഞു, ഈ കാര്യം എന്നോട് സംസാരിക്കേണ്ട, ഇത് നടക്കാത്ത കേസാണ്. ഭീഷണി കൊണ്ട് പോലും എന്നെ മാറ്റാൻ കഴിയില്ല. ഇനി നിങ്ങൾ ED അയച്ചാൽ പോലും എൻ്റെ കയ്യിൽ നിന്നൊന്നും കണ്ടു കിട്ടാനുമില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് എന്നെ സമീപിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു ലീഡറും എന്നെ സമീപിച്ചിട്ടില്ല BJP. അവർക്ക് സമീപിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഈ പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് മാറ്റിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഭീഷണിയോ മറ്റെന്തെങ്കിലും വാഗ്ദാനം? അത് എൻ്റെ അറിവിൽ അങ്ങനത്തെ ഒരു ഭീഷണിയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെയൊന്നും ഒരു എന്താ പറയേണ്ടത് വഴിവിട്ട എന്തെങ്കിലും ധനസമ്പാദന ഒന്നും അവർ നടത്തിയതായിട്ട് എൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഭീഷണിയുടെ സാഹചര്യമില്ല. ഇവിടുത്തെ ഒരു നിരാശയിൽ നിന്ന് ഉണ്ടായതായിരിക്കാം. അതിനിടയ്ക്ക് CPMുമായിട്ടും ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു എന്ന് പിന്നീട് അവരിൽ പലരൊക്കെ എനിക്ക് സൂചന നൽകിയിട്ടുണ്ട്. പക്ഷേ CPMലേക്ക് പോയാലും ഒരു എന്താ പറയേണ്ടത്, എനിക്കൊരു BJPയിൽ പോകുന്ന അത്ര ഒരു വിഭാഗം ശത്രുവാവില്ലല്ലോ. BJPയിലേക്ക് പോയാൽ മൈനോറിറ്റി നമ്മുടെ ശത്രുവാവില്ലേ. പക്ഷേ CPMലേക്ക് പോയാൽ അങ്ങനെ ശത്രുത ഉണ്ടാവില്ലേ അവർക്ക്. പക്ഷേ എടുത്ത തീരുമാനം വളരെ തെറ്റായിപ്പോയി. കോൺഗ്രസ് വിട്ടത് തന്നെ ഒന്നാമത് തെറ്റായിപ്പോയി. രണ്ടാമത്തത് BJPയിൽ ചേർന്നത് അതിലേറെ തെറ്റായിപ്പോയി. കാരണം കരുണാകരനെ പോലത്തെ ഒരു സെക്യുലർ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയുടെ മകൾ എന്നാണല്ലോ സമൂഹത്തിൽ അറിയുക. അപ്പോൾ അങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ SNDP BJPയോട് അടുക്കുന്ന ഒരു സ്ഥിതി വന്നു ചേർന്നിട്ടുണ്ട്. അത് CPM തിരിച്ചറിയുകയും അവർ അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുമുണ്ട്. ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിലും ഒരു വിഭാഗം BJPയോട് കൂറു പുലർത്തുന്നുണ്ട്. ഇപ്പം ജോർജ് കുര്യനെ പോലുള്ള മന്ത്രിമാരെ കൊണ്ടുവരുമ്പോഴും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗത്തെ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം. അതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അതിനെ തടയാൻ ഫലപ്രദമായി, കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഭാഗത്തു നിന്ന് അതിനെ ഫലപ്രദമായി തടയാനുള്ള പദ്ധതികൾ ഉണ്ട് എന്ന് അല്ല, ഞാൻ പറയാം. ഇപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ തൃശ്ശൂർ കുറേ നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊരു കേരളത്തിൽ മൊത്തമുള്ളൊരു പോക്കായിരുന്നില്ല. കാരണം അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോയിരുന്നെങ്കിൽ എങ്ങനെയാണ് കോട്ടയം നമ്മൾ ജയിച്ചില്ലേ? ഇല്ല, ഒരുപാട് പോയി എന്നല്ല, ഒരു വിഭാഗം അതിനോട് ആകർഷിക്കപ്പെടുന്നുണ്ട്. തൃശ്ശൂരിൽ പോയി. അത് ഇപ്പോഴും മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളൊരു ചരിത്രം പരിശോധിച്ചാൽ 2004 ലോക്സഭ ഇലക്ഷൻ അന്ന് ഇതേപോലെയായിരുന്നു അന്നത്തെ നമ്പർ. പക്ഷേ തിരിച്ച് വ്യത്യാസം, ഇന്നിപ്പോൾ 18 സീറ്റിൽ UDF ജയിച്ചുവെങ്കിൽ 2004 18 സീറ്റ് LDF ജയിക്കുകയും 1 സീറ്റ് UDF ജയിക്കുകയും 1 സീറ്റ് NDA ജയിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് ആരും ശ്രദ്ധിക്കാതിരുന്നത് PC തോമസ് ഒരു പ്രാദേശിക കക്ഷിയുടെ പ്രതിനിധിയായതുകൊണ്ടും അദ്ദേഹം ചിഹ്നം താമരയല്ലാത്തതുകൊണ്ടും ആ വിജയത്തിന് അത്ര ഗൗരവത്തിൽ അന്ന് കണ്ടില്ല. പക്ഷെ അന്നും വാജ്പേയി വീണ്ടും അധികാരത്തിൽ വരും, ഇന്ത്യ തിളങ്ങുന്നു. പിന്നെ നമ്മളൊരു കുഞ്ഞാടിനെ എന്തിനാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത് എന്നൊരു ചിന്താഗതി മൂവാറ്റുപുഴ ഭാഗത്തെ, അതായത് കോട്ടയം ഭാഗത്തെ ക്രൈസ്തവരിൽ അങ്ങനെ ചിന്താഗതി ഉണ്ടായി. പക്ഷെ അത് അതോടെ അവസാനിച്ചു. അതുകൊണ്ട് തൃശ്ശൂരത്തെ സംഭവത്തിൻ്റെ പേരിൽ നാളെ എല്ലായിടത്തും ക്രിസ്ത്യാനികൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ വോട്ട് ചെയ്തെടുക്കാൻ എന്ത് കിട്ടി? ആദ്യ ബഡ്ജറ്റ് വന്നു. ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പക്ഷേ കൃത്യമായി നടക്കുന്നുണ്ടോ? ഇപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് അതിൻ്റെ രീതിയിലൊക്കെ നടത്തുന്നുണ്ട്. ഒട്ടും ദോഷം ഇതുവരെ സംഭവിച്ചിട്ടില്ല. തൃശ്ശൂരത്തെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. അതുകൊണ്ട് ഈ കഴിഞ്ഞ ബഡ്ജറ്റോടുകൂടി കുറേയൊക്കെ നിരാശ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
നേമത്ത് അന്ന് മത്സരിക്കാൻ നിൽക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതുപോലെ പ്രചരണ സമയത്ത് താങ്കളുടെ അടുത്ത് വരുമ്പോൾ പറയുകയുണ്ടായി ജോസ് കെ മാണി ശരിക്കും പറഞ്ഞാൽ UDF-ലേക്ക് തിരിച്ചു വരേണ്ടുന്ന നേതാവാണ് എന്ന്. ഇപ്പോഴും ആ അഭിപ്രായമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് UDF വിട്ടുപോയ അതിലിപ്പോൾ ഗണേഷ് കുമാറിനെ മാത്രമാണ് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളത്. കാരണം ആദ്യം ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ചില നീക്കങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊഴികെയുള്ള ഈ മുന്നണിയിൽ നിന്ന് മുൻകാലങ്ങളിൽ വിട്ടുപോയവരൊക്കെ തിരിച്ചു വരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അന്നും ഇന്നും. പക്ഷേ അത് ഒരു വിഭാഗം മാത്രം തീരുമാനിക്കേണ്ടതല്ല, മുന്നണി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പലതവണ MP ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, എതിരാളികൾ പോലും പ്രശംസിക്കുന്ന തരത്തിലുള്ള ഒരു KPCC പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ എങ്ങനെ രാഷ്ട്രീയ ജീവിതമാകണം എന്നുള്ളതാണ് K മുരളീധരൻ കണക്ക് കൂട്ടുന്നത്. അല്ല, ഞാൻ അങ്ങനെ ഒരു ഭാവിയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഭാവിയെക്കുറിച്ചൊരു വറീഡാവേണ്ട കാര്യമില്ലല്ലോ. എപ്പോഴേലും കേരള മുഖ്യമന്ത്രി ആകണമെന്ന മോഹം തോന്നിയിട്ടുണ്ട്? അങ്ങനത്തെ ഒരു മോഹം ഇപ്പോഴെനിക്കില്ല. എപ്പോഴേലും ഇല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പിതാവ് കേന്ദ്രത്തിലേക്ക് പോയ ഉടനെ എനിക്ക് കേരളത്തിലേക്ക് വരാമായിരുന്നില്ലേ. അന്ന് AK ആന്റണി പറഞ്ഞതാണ് മുരളി കേരളത്തിലേക്ക് വന്നോളൂ, ഇവിടെ നമുക്ക് ഒരുമിച്ച് നീങ്ങാമെന്ന് പറഞ്ഞാൽ. പക്ഷെ എനിക്കത് താല്പര്യം ഉണ്ടായിട്ടില്ല. KPCC പ്രസിഡൻ്റ് ആയിരുന്ന സന്ദർഭത്തിൽ ഞാൻ MP ആയിരുന്നു. പിന്നെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത് തന്നെ. പിന്നെ 2009 ഞാൻ പാർട്ടിയിലില്ല. അപ്പോഴേക്കും ലോക്സഭയിലെ ഫൈറ്റിംഗ് ചാൻസുള്ള സീറ്റുകളൊക്കെ UDF ആണെന്ന് ജയിച്ച 2009. പിന്നെ അങ്ങനെയാണ് ഞാൻ നിയമസഭയിലേക്ക് വന്നത്. പക്ഷേ നിയമസഭയിൽ ഞാൻ പൂർണ്ണ തൃപ്തനായിരുന്നു. വട്ടിയൂർക്കാവ് പോലത്തെ ഒരു കോൺസ്റ്റിറ്റ്യുൻസി കയ്യിൽ കിട്ടി. തലസ്ഥാനമാണ്, ഹാർട്ട് ഓഫ് ദ സിറ്റി ആയിരുന്നു. ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി ഓരോ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഞാൻ മാറി. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് വടകരയിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് മാറേണ്ടി വന്നു. അതിപ്പോൾ പാർട്ടി മാത്രമല്ല, മറ്റ് പലരും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ് ആദ്യമായിട്ട് ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. വടകരയിൽ എന്നെ നിർത്താം, ജയരാജനെ തോൽപ്പിക്കണമെങ്കിൽ K മുരളീധരൻ വേണമെന്ന് ആദ്യമായിട്ട് മുസ്ലിം ലീഗാണ് ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നത്. KK രമ അന്ന് പറയുമ്പോൾ അവർ UDF ആയിട്ട് ഒരു ബന്ധമില്ലാത്ത സമയമാണ്. പക്ഷേ ജയരാജനെ തോൽപ്പിക്കാൻ ഒരു UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പിന്തുണയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ മത്സരിക്കണം. അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ പാർട്ടി തന്നെ ആ ഒരു ചിന്താഗതിയിലേക്ക് മാറാനുള്ള കാരണം. K സുരേന്ദ്രൻ പറയുന്നത് കേട്ടു, ഇനി K മുരളീധരൻ നിയമസഭ കാണണമെങ്കിൽ BJP-യിൽ ചേരണമെന്ന്. ആ പരാമർശം ശ്രദ്ധ ഞാനതിനെ വളരെ തമാശയായിട്ടാണ് കാണുന്നത്. കാരണം സുരേന്ദ്രൻ്റെ തന്നെ അവിടുത്തെ കസാല എപ്പോഴാണ് ഇളകുക എന്നറിയില്ല. ഇപ്പോൾ RSSകാർ പറഞ്ഞിട്ടുള്ള ഇയാളെയും വെച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്നാണ്. ഏതായാലും ഒരു MLA MP ആവാൻ വേണ്ടി ഇനി ഇങ്ങനൊരു വിഡ്ഢിവേഷം ഞാൻ കിട്ടില്ല, അതിൽ സംശയമില്ല. കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഗ്രൂപ്പിസം നിലനിൽക്കുന്നുണ്ടോ? കാരണം കോൺഗ്രസിന്റെ DNA-യിൽ നിന്ന് ഗ്രൂപ്പിസം ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയാറുള്ളത്. അത് ഇപ്പോഴെന്താണ് പറയാം, ഗ്രൂപ്പിസം ഒരു തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ K കരുണാകരൻ്റെയും AK ആന്റണിയുടെയും കാലത്തെ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് പാർട്ടി ഫങ്ഷനിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ നയങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു. പക്ഷേ പാർട്ടി ജയിക്കണം എന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും ഒറ്റക്കെട്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്ത് ഗ്രൂപ്പാണ് ഏതിൻ്റെ ഗ്രൂപ്പാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആരുടെ ഭാഗത്ത് നിൽക്കുന്നു ആർക്കും അറിയുന്നില്ല. അങ്ങനെ ഗ്രൂപ്പിൻ്റെ ആവശ്യപ്പെടില്ല. ഈ ഗ്രൂപ്പ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഐക്യത്തിനെ ഇല്ലാതാക്കുന്നതാണ്. നേരെ മറിച്ച് മുമ്പ് ആശയപരമായിട്ടുള്ള പോരാട്ടമായിരുന്നു ഗ്രൂപ്പീസായിട്ട് പിന്നീട് കണക്കാക്കപ്പെട്ടത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പീസത്തിന് പ്രസക്തിയില്ല. എല്ലാവർക്കും ഇവിടെ സ്ഥാനമുണ്ട്, ആരെയും ഒഴിവാക്കി നിർത്തുന്നില്ല. അങ്ങനെ ആരെയും ഒഴിവാക്കി നിർത്താനും പാടില്ല. ഇപ്പോഴത്തെ ഈ ഗ്രൂപ്പിസം താങ്കളെപ്പോലുള്ളവർക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, ഞാനൊന്നും അങ്ങനെ ഒരു പക്ഷവും പിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പുനഃസംഘടന നടക്കുന്നു, ഓരോരുത്തരും ഓരോ ഭാഗം വെച്ചെടുക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞാൽ കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. അതിന് ശരിയായിട്ടുള്ള നടപടിയല്ല. പാർട്ടിയിലുള്ള ഒരു സ്വാധീനം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു സേ പോകുന്നുണ്ടോ? പാർട്ടിക്കകത്തുള്ള സ്വാധീനം എന്ന് വെച്ചാൽ പ്രവർത്തകർ കൂടെയുണ്ട്. അതെനിക്ക് ആ കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആ പാർട്ടിക്ക് അങ്ങനെ എന്നെ ചവിട്ടി മെതിച്ചുകൊണ്ട് പോകാൻ കഴിയുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരുപാട് നല്ല പ്രവർത്തകരെ ഉൾക്കൊള്ളാൻ ചിലരൊക്കെ തയ്യാറാകുന്നില്ല. അതൊരു ദോഷമാണ്. ഈ അണികൾ നിരവധി ഉണ്ട് എന്ന് പറയുന്നുണ്ടായി താങ്കൾ. അപ്പോൾ ശരിക്കും അവർ ആഗ്രഹിക്കില്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ K മുരളീധരനെ?
അവരാഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ പാർട്ടിയുടെ ഇന്നത്തെ ഒരു സെറ്റപ്പ് നോക്കുമ്പോൾ ആ ആഗ്രഹങ്ങളൊന്നും സബലീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ ആഗ്രഹിക്കുന്ന ആളുമല്ല. പക്ഷേ പാർട്ടി ജയിക്കണം, പാർട്ടി അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗം ആളുകളെയും ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ISRO ചാരക്കേസ് സംബന്ധിച്ച് CBIയുടെ കുറ്റപത്രം പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ബാക്കി എല്ലാവരും കുറ്റവിമുക്തരാക്കപ്പെട്ടു, അവരുടെ ഭാഗം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കരുണാകരനോട് ചെയ്ത കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഒരു ഏറ്റുപറച്ചിൽ നടത്തേണ്ടതല്ലേ? അതിൻ്റെ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഈ 30 വർഷത്തെ ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. പക്ഷേ തെളിവുകളൊക്കെ ഹാജരാക്കി കേസിൻ്റെ വിചാരണ മുന്നോട്ട് പോയാൽ ഏതൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയതെന്ന് ഈ കേസ് അന്വേഷിച്ച മുൻ ഉദ്യോഗസ്ഥന്മാർക്ക് കോടതിയിൽ പറയേണ്ടി വരും. അപ്പോൾ കൂടുതൽ വ്യക്തതയുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കപ്പെടണം എന്ന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയ ഗൂഢാലോചന പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഒരു എൻക്വയറി വേണം എന്ന് ഞാൻ പറയുമ്പോൾ അത് ഇന്നത്തെ പാർട്ടിയുടെ ആരോഗ്യത്തിന് ഹാനികരമാകും. പല വിഗ്രഹങ്ങളും ഉടയുമല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അത് പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മുന്നണിയുടെ പാർട്ടിയുടെ ആരോഗ്യത്തിന് അത് സാരമായി ബാധിക്കുന്നുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും എല്ലാം മനസ്സിലൊതുക്കി അത് ഞങ്ങളുടെ ഒരു സ്വകാര്യ ദുഃഖമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അത് അന്വേഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ഇങ്ങനെയാണ് കരുണാകരനോട് ചെയ്തത് എന്നൊരു ഏറ്റുപറച്ചിലെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ജനത്തിനൊരു കാര്യം ബോധ്യമായല്ലോ, ചെയ്യാത്ത തെറ്റിനാണ് അദ്ദേഹത്തിനെ അപമാനിച്ച് വിട്ടത് എന്നുള്ളത് ഇന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് കരുണാകരൻ്റെ ആത്മാവിന് ഇന്ന് നിത്യശാന്തി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അദ്ദേഹത്തിനോട് സമൂഹം തെറ്റ് ചെയ്തു എന്നൊരു ഫീലിംഗ് ഇന്നെല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഈ നമ്പി നാരായണന് ശാരീരികമായിട്ടുള്ള തിരിച്ചടികളും കരുണാകരന് മാനസികമായിട്ടുള്ള തിരിച്ചടികളുമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്പി നാരായണന് എത്ര കോമ്പൻസേഷൻ കൊടുത്താലും കിട്ടിയ മർദ്ദനത്തിൻ്റെയും അനുഭവിച്ച ദുരിതങ്ങളുടെയും അതിന് ഒട്ടും പരിഹാരമല്ല. പക്ഷേ അദ്ദേഹത്തിനോട് തെറ്റ് ചെയ്തു എന്ന് ബോധ്യമായി കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് കരുണാകരനോടും തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധ്യം സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയും നേരം സഹകരിച്ചതിന്.